പി രാജീവ് തന്നെ കോട്ട് സൂട്ട് വിട്ട് ഡാവോസിൽ പോയി അദ്ദേഹത്തിൻ്റെ മുറി ഇംഗ്ലീഷിൽ അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക നിലപാടുകളൊക്കെ മാറ്റി അദ്ദേഹം ഒരു വ്യവസായത്തിൻ്റെ കേരളത്തിലേക്ക് വ്യവസായികളെ മാടി വിളിക്കുന്ന ഒരാളായി മാറിയിരുന്നു. ഇതെല്ലാം ചെല്ലപ്പൻ്റെ ഒരു തമാശയല്ലേ സാർ? പെട്ടെന്ന് അദ്ദേഹം വീണ്ടും സ്ഥലജല വിഭ്രമം പോലെ ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ അദ്ദേഹം പത്രക്കാരെ കണ്ടിട്ട് പറയുന്നു അദാനിക്ക് എന്തൊക്കെയോ ദുരൂഹമായിട്ടുള്ള ഡീലാണ്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? പ്രതിപക്ഷത്ത് വരുമ്പോഴേക്കും കോർപ്പറേറ്റ് ഭീമൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് പഴയ അതേ സമീപനം നിങ്ങൾ എടുക്കുകയാണ്. ഇനി അത് വിജയിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കൃത്യമായിട്ട് ഇതിൽ സർക്കാർ എന്ത് കള്ളക്കളി നടത്തി എന്ന് നിങ്ങൾ പറയാത്തിടത്തോളം ഇത് പിണറായി സർക്കാർ ചെയ്ത കാര്യം എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ഇത് ഞാൻ ചുമ്മാ പ്രാസത്തിന് വേണ്ടി പറഞ്ഞല്ല, തെളിയിച്ചു തരാം. തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതിനകത്ത് വികസനത്തിന് എതിർക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. വികസനം നടപ്പിലാക്കുമ്പോൾ അത് സുതാര്യമായ രീതിയിൽ ട്രാൻസ്പെറന്റ് ആയ രീതിയിൽ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. 25% കൂടുതൽ ഓഹരി വിൽക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് കൺസേൺ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. 90 വർഷത്തേക്ക് ഒരു ഓഹരി എഴുതി കൊടുക്കുമ്പോഴത്തേക്കും അദാനി ഗ്രൂപ്പിന് തീരെഴുതി കൊടുത്തതാണ്. അതാണ് നമ്മൾ 45 വർഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വ്യത്യാസം വരും. ഇടതുപക്ഷത്തിന്റെ വികസന സങ്കല്പം എന്താണ്, വലതുപക്ഷത്തിന്റെ വികസന സങ്കല്പം എന്താണ്? എന്നോടാണ് ചോദിക്കുന്നത്. നെഹ്റു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് നടക്കുന്ന മാതൃഭൂമി ഒരു സൺഡേ സപ്ലിമെന്റ് എടുത്ത് അതിനെക്കുറിച്ച് നെഹ്റുവിന്റെ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. നെഹ്റുവിന്റെ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വാചാടോപങ്ങളിൽ യാതൊരു കാര്യവുമില്ല. അത് പ്രാവർത്തികമാക്കി കാണിക്കണം. അല്ലാതെ അടിമുടി ഇരട്ടത്തപ്പായ അടിമുടി നുണ പറഞ്ഞ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നമുക്കത് തള്ളിക്കളയാം. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം പലപ്പോഴും വി ഡി സതീശൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള നട്ടാക്കുരുക്കത്ത നുണകൾ നിയമസഭയ്ക്ക് ഉള്ളിൽ നിന്ന് പറയുമ്പോൾ പോലും സത്യത്തിൽ ലജ്ജ തോന്നുന്നു, അപമാനം തോന്നുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിലുള്ള ബ്ലാറ്റൻ ലൈസ് എങ്ങും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനാ നീ. ഇതിനകത്ത് എന്ത് നുണയാണ് പറഞ്ഞതെന്ന് കൂടി താങ്കൾ വ്യക്തമാക്കണം. താങ്കൾ കുറെ നേരമായി ഈ ചർച്ച ആരംഭിച്ചപ്പോൾ മുതൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നുണ പറഞ്ഞു. എന്ത് നുണയാണ് പറഞ്ഞത്? ആ കാര്യം ഒന്ന് വ്യക്തമാക്കണം. തുടക്കം തൊട്ടേ ആദ്യമേ ഒന്നാമത്തെ കാര്യം 1, 2, 3, 4, 5 നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എവിടെയാണ് ഏത് കരാറാണോ അല്ല ഇതുമായി ബന്ധപ്പെട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ, PM ശ്രീയുടെ കാര്യത്തിൽ, PM ശ്രീ പദ്ധതി ആരാണ് ഒപ്പിടാൻ പോയത്? നിങ്ങളുടെ LDF CPI പോലും അറിയാതെ PM ശ്രീ പദ്ധതി ഒപ്പിടാൻ പോയ ആൾക്കാരാണ്. ഒപ്പിട്ടോ? ആരാണ് ഒപ്പിട്ടത്? ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാരാണ്? ഒപ്പിട്ടതാരാണ്? പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ LDF പോലും പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോഴല്ലേ അതുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ ഉണ്ടായത്? എന്നെ കൊണ്ടൊന്നും എന്താ ചോദ്യം നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത്? ഏറ്റവും വലിയ കള്ളന്മാരും കൊള്ളക്കാരും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഭരിച്ചത്. PSC പോലെ സംവിധാനം അട്ടിമറിച്ചു. അവിടെയെങ്കിലും DYFIയും SFI ഒന്നും കാണുന്നില്ലല്ലോ. PSCയുടെ മുന്നിൽ സമരം നടക്കുകയാണ്. ഇപ്പോൾ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ കൊഞ്ഞണം കുത്തുന്ന രീതിയിലേക്ക് PSC സംവിധാനം അട്ടിമറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞു പോകാമെന്ന് ഈ പറയുന്ന രീതിയിലേക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ച കൊള്ളയുണ്ടല്ലോ. ആ കൊള്ളയാണ് പകൽക്കൊള്ള നടത്തിയ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുത്തുന്ന സ്വഭാവം നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരുടെ സ്വഭാവമാണ്. കടൽ കൊള്ളയ്ക്കുള്ള ഏർപ്പാടാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ്. MV ഗോവിന്ദന്റെ പ്രതികരണവും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. CPM-ൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം വരിക എന്ന് പറഞ്ഞാൽ പരിഹാസ്യമായ ഒരു സംഭവമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇനി CPM-ന് എന്ത് വോയിസാണ് ഇക്കാര്യത്തിലുള്ളത് ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കാൻ? നീ ഒരു നയവഞ്ചകനാണ്, തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ്. അല്ല മഞ്ജുഷ്, ഈ പിണറായി വിജയൻ്റെ 10 വർഷക്കാലത്ത് കഴിഞ്ഞ 5 വർഷത്തിൽ വ്യവസായ മന്ത്രിയായിരുന്ന P രാജീവ് ഇന്ന് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത് എത്ര പരിഹാസ്യമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഗോവിന്ദൻ മാഷ് ഇപ്പോൾ ഓൾറെഡി അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ, അതറിയാം. ചീട്ട് കീറാനുള്ള സമയമായല്ലോ. ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യം, ഇപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു പച്ച മലയാളം എന്താണെന്ന് വെച്ചാൽ ഭരണം നഷ്ടപ്പെട്ടു, CPM-ന് ഭരണം നഷ്ടപ്പെട്ടു, ഇനിയെല്ലാം അവർക്ക് ഈ തീയൊഴിച്ച് ഇവിടെ എല്ലാം അഗ്നിക്കിരയാക്കുക എന്ന തരത്തിൽ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഭരണമുണ്ടെങ്കിൽ കേരളം മറ്റേ തേനും പാലും ഒഴുകുന്ന
നാടാക്കും, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കത്തിച്ച് നശിപ്പിക്കും എന്ന തരത്തിലുള്ള വളരെ പ്രതിലോമകരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഇവർ തന്നെയായിരുന്നു വികസനത്തിന്റെ അപ്പസ്തോലൻ. ഓ, ഈ സഖാക്കളുടെ ഒരു വർഗസ്നേഹേ അത് വല്ലാത്ത സൂത്രപ്പണി തന്നെയാണ്. ഇതേ പി രാജീവ് തന്നെ കോട്ട് സൂട്ട് വിട്ട് ഡാവോസിൽ പോയി അദ്ദേഹത്തിന്റെ മുറി ഇംഗ്ലീഷിൽ അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക നിലപാടുകളൊക്കെ മാറ്റി അദ്ദേഹം ഒരു വ്യവസായത്തിന്റെ കേരളത്തിലേക്ക് വ്യവസായികളെ മാടി വിളിക്കുന്ന ഒരാളായി മാറിയിരുന്നു. പെട്ടെന്ന് അദ്ദേഹം വീണ്ടും സ്ഥലജല വിഭ്രമം പോലെ ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ അദ്ദേഹം പത്രക്കാരെ കണ്ടിട്ട് പറയുന്നു അദാനിക്ക് എന്തൊക്കെയോ ദുരൂഹമായിട്ടുള്ള ഡീലാണ്. മൊയിലാളി ആര് കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ. MSc വരുന്നത് പ്രശ്നമാണ്. ഈ MSc വരുന്നത് MScക്ക് 25% കൂടുതൽ ഓഹരി കൊടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ പറ്റില്ല എന്ന് ഇവർക്ക് ആദ്യ ദിവസം മുതലേ അറിയാം. ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ സംഭാഷണം, അതായത് MScയും അദാനിയും തമ്മിലുള്ള ചർച്ച നടക്കുന്ന കാര്യം ഇതെല്ലാം അറിയാം. വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. ദേശാഭിമാനിയിൽ കഴിഞ്ഞ ബുധനാഴ്ച 1-ാം തീയതി വാർത്ത വന്നതിന് ശേഷം പോലും, അതായത് അതിൽ അവർ ഇതെല്ലാം പിണറായി വിജയന്റെ വലിയ ഒരു വികസന നേട്ടമായിട്ടാണ് അതിനെ ചിത്രീകരിച്ചത്. ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല, മിണ്ടാൻ പാടില്ല, അതാണ് നയം. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. ജൂൺ 5-ാം തീയതിയിൽ ഇന്നിപ്പോ പുറത്തു വന്ന ആ വാർത്തയിലും ഞാൻ ഈ ദേശാഭിമാനി ദിവസം വായിക്കുന്നതാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏതെങ്കിലും സമയത്ത് ഇത് മറിച്ചു നോക്കും. കാരണം നമുക്ക് ഊറിച്ചിരിക്കാനുള്ള വക എന്തായാലും ദേശാഭിമാനിയിൽ കിട്ടും. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? അല്ലെങ്കിൽ ഇപ്പൊ കോൺഗ്രസിന്റെ ചില ഇന്നർ പാർട്ടി പൊളിറ്റിക്സ്, ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഈ സാധനം വായിക്കാറില്ല. പക്ഷേ കൊച്ചി എഡിഷനിൽ ദൗർഭാഗ്യകരം ഈ സാധനം വന്നില്ല കഴിഞ്ഞ ജൂൺ 5-ന്. അല്ലെങ്കിൽ ഞാനിത് കണ്ടേനെ. മറ്റു പലർക്കും എന്താണ് ഇത് ചിലപ്പോൾ മിസ്സായാലും ഞാനിപ്പോഴും പത്രം വായിക്കുന്ന ഒരാളാണ്. അത് കാരണം ഞാനിത് എനിക്ക് കാണാൻ പറ്റാത്തതിൽ ദുഃഖമുണ്ട്. മാതൃഭൂമിയിലും എന്താണ് തിരുവനന്തപുരം എഡിഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്. അതെ, തിരുവനന്തപുരം എഡിഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മാതൃഭൂമിയിൽ ഓൺലൈനിലായിട്ടാണ് വന്നത്. അത് കാരണം ഈ സാധനം ഞാൻ കണ്ടില്ല. എന്തായാലും CPMന് ഇതിനെക്കുറിച്ച് എല്ലാം കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. എന്നിട്ട് തോമസ് ഐസക് വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര കല്ല് വെച്ച നുണകളാണ്. എന്നിട്ട് രാജീവ് വന്നിട്ട് പറയാണ് സതീശൻ കല്ല് വെച്ച നുണ പറയുകയാണെന്ന്. സതീശൻ കല്ല് വെച്ച നുണ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇവർ പറയുന്നത് കല്ല് വെച്ച നുണയല്ലേ എന്ന് ഇവർക്ക് സ്വയം കണ്ണാടിയിൽ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലേ? പൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. സതീശൻ കുറച്ച് വാക്ചാതുര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ചില നുണകൾ വേണമെങ്കിൽ സത്യം പറയുന്നത് പോലെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണ്? കഴിഞ്ഞ 10 വർഷം ഇവർ വികസനത്തിന്റെ അപ്പസ്തോലന്മാരായിട്ട് നിന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇവിടെ കേരളം കത്തിക്കണം എന്ന രീതിയിൽ പഴയ ഇവരുടെ സമീപനം, വികസന വിരോധ സമീപനം, ഇവിടെ പണ്ട് കൊച്ചി എയർപോർട്ട് വന്നപ്പോഴും ഇവിടെ എന്ത് വികസന പദ്ധതി വന്നപ്പോഴും അതിനെ എതിർത്തിരുന്ന അതേ സമീപനത്തിലേക്ക് CPM തിരിച്ചു പോവുകയാണോ? തൊഴിലാളികളുടെ പ്രശ്നങ്ങളും നമ്മൾ തിരിച്ചറിയണം സഖാവേ. കാലം മാറി സഖാവേ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇങ്ങനെ തടസ്സം നിൽക്കുന്നതാ കേരളത്തിലെ നമ്മുടെ പാർട്ടിയുടെ ശാപം.